നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷൻ 21ാം ഡിവിഷൻ കിഴക്കുംപാട്ടുകരയിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ ജയിച്ചത്. വല്ലച്ചിറയിൽ വീടിന് തീപിടുത്തം. വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന് സമീപം അഞ്ജലി റോഡിൽ തെക്കൂട്ട് രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വൂരിൽ പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടത്തിൽ കുട്ടിയുടെ പിതാവിന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷൻ 21ാം ഡിവിഷൻ കിഴക്കുംപാട്ടുകരയിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി LDFിലെ ML റോസിക്കെതിരെ 22 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ 10:30 മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ചത്. വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. UDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ നിജി ജസ്റ്റിൻ, LDF സ്ഥാനാർത്ഥിയായി ML റോസി, NDA സ്ഥാനാർത്ഥിയായി പൂർണിമ സുരേഷ് എന്നിവരാണ് വോട്ടെടുപ്പിൽ മത്സരിച്ചത്. 1ാം ഡിവിഷൻ കൗൺസിലർ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് 56 കൗൺസിലർമാരും വോട്ട് രേഖപ്പെടുത്തി. 35 വോട്ടുകളാണ് ഡോക്ടർ നിജി ജസ്റ്റിന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി ML റോസിക്ക് 13 വോട്ടും NDA സ്ഥാനാർത്ഥി പൂർണിമ സുരേഷിന് 8 വോട്ടും ലഭിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ച് അഭിനന്ദിച്ചു. പുതിയ മേയർക്ക് ജില്ലാ കലക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് മേയറെ കലക്ടർ മേയറുടെ ഗൗൺ അണിയിച്ചു. തുടർന്ന് കോർപ്പറേഷൻ രജിസ്റ്ററിലും മറ്റ് പ്രധാന രേഖകളിലും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഒപ്പുവെച്ചു. ഡെപ്യൂട്ടി കലക്ടർ K കൃഷ്ണകുമാർ, വിവിധ പാർട്ടി പ്രതിനിധികൾ, കൗൺസിലർമാർ എന്നിവർ മേയറെ ആദരിച്ചു. വല്ലച്ചിറയിൽ വീടിന് തീപിടുത്തം. വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന് സമീപം അഞ്ജലി റോഡിൽ തെക്കൂട്ട് രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ 10:30 സംഭവം. രാധാകൃഷ്ണനും ഭാര്യയും ജോലിക്കായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇവരുടെ 2 മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതിനിടെ വീടിന്റെ വടക്കുഭാഗത്തെ മുറിയുടെ ചുമരിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോർഡിൽ നിന്ന് തീ പടരുകയായിരുന്നു. പൊടുന്നനെയുണ്ടായ തീപിടുത്തത്തിൽ മീറ്റർ ബോർഡും ഈ ഭാഗത്തെ ഷെഡും കത്തി നശിച്ചു. ഷെഡിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 മെഷീൻ കട്ടറുകൾ, മറ്റ് ടൂൾസുകൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടെ മുറിക്കകത്തെ കട്ടിലും കിടക്കയും ഭാഗികമായി കത്തി നശിച്ചിരുന്നു. ശക്തമായ പുക ഉയർന്നപ്പോഴാണ് തീപിടുത്ത വിവരം അറിയുന്നത്. രാധാകൃഷ്ണന്റെ മക്കൾ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ അയൽവാസികൾ വെള്ളമൊഴിച്ച തീ അണയ്ക്കുകയായിരുന്നു. മുൻഭാഗത്തെ കിടപ്പുമുറിയുടെ 5 ജനൽപ്പാളികൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചു. സംഭവം അറിഞ്ഞ പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് പുറപ്പെട്ടെങ്കിലും തീ അണച്ചതോടെ ഇവർ തിരികെ മടങ്ങി. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്. വല്ലച്ചിറ വില്ലേജ് ഓഫീസർ IA ഷിനോദ് സ്ഥലത്തെത്തി. നാശനഷ്ടത്തിനുള്ള സർക്കാരിന്റെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. രാവിലെ ഒരു 10:30 തീപിടുത്തം ഉണ്ടായത്. കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നുള്ള 2 കുട്ടികൾ. പിന്നെ അവർ എല്ലാവരും വിളിച്ചു കൂട്ടി അയലോകത്തുനിന്ന് അവിടെ നിന്ന് ആൾക്കാർ വന്ന് വെള്ളമൊക്കെ ഒഴിച്ച്
തീ അണയ്ക്കുകയാണ് ചെയ്തത്. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. മീറ്റർ ഈ ഷെഡിലൊരു അലമാരിൻ്റെ ആയിരുന്നു, അതിൽ 2 മെഷീൻ ഉണ്ടായിരുന്നു. അലമാരിയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ കാർപ്പൻ്ററാണ്. അതിൻ്റെ സംബന്ധിച്ചുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചു. അത് ആകെ അലമാരി മൊത്തം കത്തി നശിച്ചു. വില്ലേജ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ 2 പേര് വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കി പോയിട്ടുണ്ട്. എന്തെങ്കിലും പരമാവധി പറ്റാവുന്ന ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വൂരിൽ പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടത്തിൽ കുട്ടിയുടെ പിതാവിന് പരിക്കേറ്റു. പെരുവനം സംസ്കൃത കോളേജിന് സമീപത്തുള്ള ചൊക്കാലക്കൽ വീട്ടിൽ അരുൺകുമാർ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ കൃഷ്ണ സ്വരൂപാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ ഭവൻസ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച കൃഷ്ണ സ്വരൂപ്. വ്യാഴാഴ്ച ഉച്ചയോടെ ചൊവ്വൂർ കപ്പേളയ്ക്ക് സമീപത്തായിരുന്നു അപകടം. ചെറുവത്തേരി സ്വദേശിയാണ് കുട്ടിയുടെ പിതാവ് അരുൺകുമാർ. ചെറുവത്തേരി 10-ാം കാവടി കണ്ട് പെരുവനത്തെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹവും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പെരുവനം സംസ്കൃത കോളേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരുൺകുമാറിന്റെ കുടുംബം. പരിക്കേറ്റ അരുൺകുമാറിനെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺകുമാർ മാതൃഭൂമി തൃശൂർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ത്രിദിന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ വിജയൻ മാസ്റ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ത്രിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൻ്റെ ഓരോ ക്ലാസ് മുറികളിലും ഞങ്ങളെല്ലാം ഓടിക്കളിച്ചു നിന്ന ഈ സ്ഥലം പ്രിയപ്പെട്ട ഞങ്ങളുടെ അന്നത്തെ അച്ഛന്മാരുന്ന വിജയൻ മാസ്റ്റർ പേരുള്ള ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായും വളരെയേറെ അഭിമാനത്തോടും വളരെയേറെ സന്തോഷത്തോടും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇന്നിവിടെ നിന്ന് സംസാരിക്കാനായിട്ട് പ്രാപ്തി കൈവരിക്കാനായി സാധിച്ചത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫംഗങ്ങളൊക്കെ തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെ അറിവും ഒക്കെ തന്നെയാണ് ഇന്നൊരു ജില്ലാ പഞ്ചായത്ത് അംഗമായി നിങ്ങളുടെ മുമ്പാകെ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള യോഗ്യത എന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ അറിയിക്കുകയാണ്. നമ്മൾ SPC 2010 ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പഠനത്തോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വളർത്തിയെടുക്കാൻ, ഒരു ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് 2010 ആരംഭിച്ച ഈ പദ്ധതി ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 5 വർഷമായിട്ടാണ് നമ്മൾ SPC തുടക്കം കുറിച്ചത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നമ്മൾ ഫുള്ള് A+ മേടിച്ചുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരു ഉത്തമ പൗരനായിട്ട് വളർന്നു വരുന്നില്ല. ചേർപ്പ് SI MS ഷാജു ക്യാമ്പ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. ഈ ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം മനോഹരമാക്കി പഠിച്ച് പരേഡൊക്കെ പഠിച്ച് എല്ലാം സെറ്റായിട്ട് വേണം നമുക്ക് അടുത്ത മാസം ക്യാപ്പിംഗ് സെറമണി നടക്കാനായിട്ട്. അതേമാതിരി തന്നെ യൂണിഫോം ഇട്ടിരിക്കുന്ന നമ്മുടെ SPC കേഡറ്റ്സ് ഈ മാർച്ച് മാസം അല്ല ഫെബ്രുവരി മാസമായിരിക്കും പാസിംഗ് ഔട്ട് പരേഡ് വരുന്നത്. ഫെബ്രുവരിയിൽ പാസിംഗ് ഔട്ട് പരേഡ് വരുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മളെ കുട്ടികളെ തയ്യാറാക്കുന്ന 3 ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമായി എല്ലാവരും ശ്രദ്ധിക്കണം. പ്രധാനാധ്യാപിക K ലില്ലി ജോസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ, PTA പ്രസിഡന്റ് CR രാജു, MPTA പ്രസിഡന്റ് IV സജിത, OSA പ്രതിനിധി ND ദിവ്യ, സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർമാരായ ഡോക്ടർ CM ഷംല, PK തുഷാര എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SPC പതാക ഉയർത്തി. തൃശൂർ റൂറൽ ASI MS ബിജു, അഡ്വക്കേറ്റ് റീന ജോൺ, CPO ഷിഹാബുദ്ദീൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. അധ്യാപകർ, PTA, MPTA, SMC, OSA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗോകുലം കലായാത്രയ്ക്ക് ചേർപ്പ് തായംകുളങ്ങരയിൽ സ്വീകരണം നൽകി. ചേർപ്പ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്.
അമൃതഭാരതത്തിന് ആദർശ ബാല്യമെന്ന സന്ദേശത്തോടെയാണ് ബാലഗോകുലം ഗോകുല കലായാത്ര സംഘടിപ്പിക്കുന്നത്. കന്യാകുമാരി മുതൽ ഗോകർണം വരെയാണ് ഗോകുല കലായാത്ര നടത്തുക. ഗോകുല കലായാത്രയ്ക്ക് തായംകുളങ്ങരയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ചേർപ്പ് ഉൾപ്പെടുന്ന പ്രദേശത്തെ കലാകാരന്മാരെ ആദരിച്ചു. മേളം കലാകാരൻ യദു എസ് മാരാർ, ഗോപിനാഥ്, ജിതിൻ, നാടക കലാകാരന്മാരായ ജയ്മോഹൻ, പ്രസാദ് കിഴക്കൂട്ട്, സന്ദീപ് സതീഷ്, ദാരുശില്പ കലാകാരന്മാരായ രാമചന്ദ്രൻ കിഴക്കൂട്ട്, മുരളി കിഴക്കൂട്ട് എന്നിവർ ആദരമേറ്റുവാങ്ങി. ദേശീയത, രാഷ്ട്ര നവോത്ഥാനം, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മാരക വിപത്തായ മദ്യം, മയക്കുമരുന്ന് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച സംഗീത നൃത്തശില്പം ഗോകുല കലായാത്രയെ ശ്രദ്ധേയമാക്കി. അജിതൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ സുനിൽകുമാർ, ശശാങ്കൻ, സി സുധീർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ സരോജിനി സുധാകരൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ച് പഞ്ചായത്ത് അംഗം. 6ാം വാർഡ് മെമ്പർ ശ്രുതി വിജിലിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത്. ക്രിസ്തുമസ് കേക്ക് മുറിച്ച് വാർഡ് മെമ്പർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി അംഗങ്ങളായ മിഥുൻ സുന്ദരൻ, ചന്ദ്രശേഖരൻ, ജിജു, ദിനേശ്, പ്രകാശൻ, പ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പാലിശ്ശേരി ALP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെ ക്രിസ്തുമസ് പുൽക്കൂട് അവതരണം ആഘോഷത്തെ ശ്രദ്ധേയമാക്കി. സ്കൂൾ മാനേജർ ഫാദർ ലിറിൽ തളിയപറമ്പിൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിൻസൺ മുക്കടയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡംഗം പ്രേമൻ കാരയിൽ, 15ാം വാർഡംഗം ജോൺസൺ, 16ാം വാർഡംഗം വിനയ സച്ചിൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, പ്രധാന അധ്യാപിക ക്ലാൻസി ഫ്രാൻസിസ്, ഷിൻഡ ആന്റണി എന്നിവർ സംസാരിച്ചു. പള്ളി കൈക്കാരൻ ജിബിൻ ജോസ് ആലപ്പാട്ട്, സ്കൂൾ കമ്മിറ്റി അംഗം PC ജോസ്, മാർട്ടിൻ മുരിങ്ങാത്തപ്പറമ്പിൽ, ടീസൺ, PTA പ്രസിഡന്റ് നിമിഷ പ്രവിനാഷ്, വൈസ് പ്രസിഡന്റ് സുമാ ജിൻസ, MPTA പ്രസിഡന്റ് ശില്പ രാഹുൽ എന്നിവർ പങ്കെടുത്തു. തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കും വിധം കുട്ടികളുടെ പുൽക്കൂട് അവതരണം ക്രിസ്മസ് ആഘോഷത്തെ ശ്രദ്ധേയമാക്കി. അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും സാന്താക്ലോസ് വേഷമണിഞ്ഞ കുട്ടികളും ആഘോഷത്തെ മനോഹര കാഴ്ചയാക്കി. കിൻഡർ ഗാർഡൻ LP വിഭാഗത്തിലെ കുട്ടികൾ ക്രിസ്മസ് ഗാനങ്ങൾക്കൊപ്പം നൃത്തം ചെയ്തു. കുട്ടികൾ തന്നെയാണ് ആഘോഷത്തിനായുള്ള നക്ഷത്രങ്ങളും ആശംസ കാർഡുകളും തയ്യാറാക്കിയത്. അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് കരോൾ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് ക്രിസ്മസ് കേക്ക് വിതരണവും പായസ വിതരണവും നടന്നു. അധ്യാപകരായ TW വിൻസി, ജിസ്ന ഫ്രാൻസിസ്, നൈസി റഫേൽ, രാഗി ആന്റണി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നൃത്ത സംഗീതോത്സവം 3ാം ദിവസത്തിലേക്ക് കടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വാദ്യനൃത്ത കലാപരിപാടികൾ. വെള്ളിയാഴ്ച ഷൊർണൂർ അമൃതവർഷിണി കലാക്ഷേത്രം, തൃപ്രയാർ നിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് എന്നിവ സംഗീതാർച്ചനയിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിലെ മുൻ വിദ്യാർത്ഥി രശ്മി വീണ കച്ചേരി അവതരിപ്പിച്ചു. തുടർന്ന് മോഹിനിയാട്ടം, ഭരതനാട്യം, വീരനാട്യം, വായ്പാട്ട്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. ജൈത്ര രജീഷ്, വൈകാലക്ഷ്മി, സൂര്യാവടമ, ഗായത്രി ബിജു വെള്ളിക്കുളങ്ങര, ബിനു വാസുദേവൻ നമ്പൂതിരി കാരമുക്ക്, ആതിര വിനോദ് വാടാനപ്പള്ളി, രവീന്ദ്രൻ തളിക്കുളം, അമ്മു, ഐശ്വര്യ കണ്ണൂർ, റിമാദാസ് പെരിങ്ങോട്ടുകര തുടങ്ങിയ കലാപ്രതിഭകൾ നൃത്ത സംഗീതോത്സവത്തിന് ആവേശമേകി. വൈകിട്ട് വിഘ്നേശ്വര തിരുവാതിരക്കളി സംഘം ചെറുവത്തേരി, കാവേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വെള്ളിനേഴുത്തമ്മ കൈകൊട്ടിക്കളി സംഘം നെടുമ്പാശ്ശേരി, അലംകൃത തുമ്പൂർ എന്നിവയുടെ തിരുവാതിരക്കളിയും വീരനാട്യവും അരങ്ങേറി. വൈകിട്ട് 6 മണിക്ക് ചാഴൂർ KKG കളരി സംഘം അവതരിപ്പിച്ച കളരി ആയോധന കലാപ്രകടനം ശ്രദ്ധേയമായി. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് കളരി ആയോധന കലാപ്രകടനം നടന്നത്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടത്തി.
മേനകത്ത് രാഘവൻ എഴുത്തച്ഛൻ മെമ്മോറിയൽ കർമ്മശ്രീ പുരസ്കാര സമർപ്പണവും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് മന്ത്രി വിതരണം ചെയ്തു. 25,000 രൂപ അടങ്ങുന്ന മേനകത്ത് രാഘവൻ എഴുത്തച്ഛൻ മെമ്മോറിയൽ കർമ്മശ്രീ പുരസ്കാരം അദ്ദേഹം നടൻ TG രവിക്ക് സമ്മാനിച്ചു. ട്രസ്റ്റി A കുമാരൻ അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, ഡോക്ടർ MR മനോജ്, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, വാസുദേവൻ പരുത്തിപ്പുള്ളി, SB ജയറാം, KK വിജയൻ, ഡോക്ടർ മനോജ് ദത്തൻ, CB മുരളീധരൻ, AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ P വിനുവിനെ UDF തിരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിന്റെ KA ഷൗക്കത്ത് അലിയെ വൈസ് പ്രസിഡന്റാക്കാനും തീരുമാനമായി. തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് UDF നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. UDF നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, PM സിദ്ദീഖ്, KA കബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യമായിട്ട് ഞങ്ങൾ ഈ നാട്ടികയിൽ UDFന് വലിയ വിജയമൊരുക്കി തന്ന നാട്ടികയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, ഇവിടെ ഒരു CJP മുന്നണിയാണ് ഭരിച്ചിരുന്നത്. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ട് കൂടി മറ്റൊരു ശരിക്കും പറഞ്ഞാൽ BJPയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി LDFയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിലുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം തന്നെ മുന്നോട്ട് വെക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനാണ് CPMൻ്റെ കോട്ടകളിൽ പോലും UDFനെ വിജയിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ നന്ദിയും കടപ്പാടും തുടർന്നുള്ള 5 വർഷങ്ങളിൽ UDFൻ്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും ആ നയത്തിൻ്റെ ആനുപാതികമായിട്ടാണ് ഭരണം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ UDFും ഒക്കെ അതിൻ്റെ നിരീക്ഷകരെ വെച്ച് ഇവിടെ TN പ്രതാപനായിരുന്നു അതിൻ്റെ ചുമതല. നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത ടൈമിലേക്കുള്ള പ്രസിഡൻ്റായി P വിനുവിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട KA ഷൗക്കത്ത് അലിയെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നയപരമായി ഞങ്ങൾ പ്രഖ്യാപിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ അത് നിങ്ങളോട് വിശദീകരിക്കും. ഉയരക്കുറവിനെ നേട്ടങ്ങളുടെ ഉയരങ്ങൾ താണ്ടാനുള്ള കരുത്താക്കി മാറ്റി കായിക താരം ബൈജു. പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശിയായ ബൈജു കായിക രംഗത്തിനൊപ്പം സിനിമയിലും ശ്രദ്ധേയനാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഡബിൾസ് മത്സരത്തിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കലവും നേടിയിരുന്നു. ഇതോടെ 2026 ദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിനും ബൈജു യോഗ്യത നേടി. ആറാട്ടുകടവ് സ്വദേശി ചെമ്പൻവീട്ടിൽ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു 2010 കായികരംഗത്ത് ചുവടുറപ്പിച്ചത്. മുൻപ് ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു ബൈജു. പിന്നീട് 2013 അമേരിക്കയിൽ നടന്ന ഡ്വാഫ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ബൈജുവിന് സാമ്പത്തിക ബാധ്യത തിരിച്ചടിയായെങ്കിലും സുമനസ്സുകളുടെ സഹായത്താൽ മറികടന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 2023 തിരുവനന്തപുരത്ത് നടന്ന പാരാ ബാഡ്മിന്റണിൽ സ്വർണം, 2024 ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിന്റണിൽ വെങ്കലവും ബൈജു സ്വന്തമാക്കി. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്നു ബൈജു. നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയാണ്. ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിന്റെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ. തലശ്ശേരി സ്വദേശിയായ റാഷിദാണ് ബൈജുവിന്റെ പരിശീലകൻ. കായികരംഗത്ത് മികവ് തെളിയിക്കുന്നതിനിടെ സിനിമയിലും ബൈജു തന്റെ മികവ് തെളിയിച്ചു. അത്ഭുതദ്വീപ്, ബെസ്റ്റ് ആക്ടർ, നൈറ്റ് ഡ്രൈവ് ഉൾപ്പെടുന്ന സിനിമകളിൽ ബൈജുവിന് ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ചു. പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി കവിതാശിലകത്തെ അർത്ഥസമ്പുഷ്ടമാക്കുകയാണ് ബൈജു എന്ന കായിക സിനിമാ താരത്തിന്റെ ജീവിതം. കഴിഞ്ഞ ദിവസം 2025 ഡിസംബർ 21 ഞങ്ങളുടെ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. അതിൽ ഡബിൾസിൽ സിൽവർ മെഡലും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചന്ദ്രാപ്പള്ളി സ്വദേശി അശ്വിൻ പ്രദീപാണ്. മിക്സഡ് ഡബിൾസിൽ കോഴിക്കോടുള്ള രേഷ്മയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കലവും
മിക്സഡ് ഡബിൾസിലും വെങ്കല മെഡൽ കിട്ടിയിരുന്നു. 2013 ഡോർഫ് ഒളിമ്പിക്സ്, ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. കൂടാതെ ഞങ്ങൾക്കൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട്, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉയരം കുറഞ്ഞവരുടെ സ്പോർട്സ് ക്ലബ്ബാണ്. അതിൻ്റെ കോച്ചും അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള റാഷിദ് ആണ്. അതിൽ ഞങ്ങൾ പോലെ ഒരു 30 പേരുകളുണ്ട്. അവരൊക്കെ ഒരു നല്ല സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആകാശ് എസ് മാധവൻ, അങ്ങനെയുള്ള കുറച്ച് പേര് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഉണ്ട്. ആകാശ് എസ് മാധവൻ, നിതിൻ, ഗോകുൽ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കിട്ടിയതോടുകൂടി അടുത്ത വർഷം 2026 നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ സെലക്ട് ആയിട്ടുണ്ട്. കയ്പമംഗലം കൂരിക്കുഴി ടീം ഹീറോ യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് പുതിയ ഓഫീസ്. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. 40 വർഷമായി കൂരിക്കുഴി 18 മുറി ആസ്ഥാനമായി പ്രവർത്തിക്കുകയാണ് ഹീറോ യങ്സ് ക്ലബ്ബ്. ക്ലബിന്റെ പുതിയ ഓഫീസ് കയ്പമംഗലം SI ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PH ഹിലാർ അധ്യക്ഷനായി. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ബാലതാരം ഡാവിഞ്ചി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ KK സക്കരിയ, മണി ഉല്ലാസ്, ഷാഹിർ പഴുംപറമ്പിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജിനൂബ്, സിനിമ സീരിയൽ താരം നജീബ് എക്സൽ, ക്ലബ്ബ് രക്ഷാധികാരി TK ഉബൈദ്, KK അഫ്സൽ, ക്ലബ്ബ് ട്രഷറർ TM മൻസൂർ, ഗായകൻ അഹമ്മദ് നജാദ്, ചിത്രകാരൻ സെയ്ദ് ഷാഫി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച ക്ലബിലെ അംഗങ്ങൾക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,835 രൂപ, പവന് 1,02,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷൻ 21ാം ഡിവിഷൻ കിഴക്കുംപാട്ടുകരയിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ ജയിച്ചത്. വല്ലച്ചിറയിൽ വീടിന് തീപിടുത്തം. വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന് സമീപം അഞ്ജലി റോഡിൽ തെക്കൂട്ട് രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വൂരിൽ പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടത്തിൽ കുട്ടിയുടെ പിതാവിന് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.